നമസ്കാരം, എല്ലാവർക്കും സോനസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ ലിവറിന്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വെള്ളയപ്പത്തിന്റെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പോൾ നമ്മൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമുക്ക് റെസിപ്പി കണ്ടിട്ട് വരാം. ഇതൊരു 1/2 kg ലിവറാണ്. നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനുശേഷം ലിവർ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കുക. ഒരു പകുതി ചെറുനാരങ്ങയുടെ പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് ഇതൊരു 30 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നന്നായി ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി എടുക്കാം. കുക്ക് ചെയ്യാൻ ആവശ്യമായ പാൻ എടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ കടുകും കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ കിടന്ന് മൊരിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയിലും അല്പം കൂടുതൽ വെളുത്തുള്ളി എടുക്കാം. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊരു 2 മീഡിയം സൈസ് സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞത്. നമുക്ക് സവാളയോ ചെറിയുള്ളിയോ എടുക്കാം. ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ലിവർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഒരു 1/2 ടേബിൾ സ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചതും ഒരു 1-1.5 ടേബിൾ സ്പൂണോളം എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ ലിവറൊക്കെ ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത്, ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ്. നന്നായി മിക്സ് ചെയ്ത ശേഷം ഈ തക്കാളിയും കൂടെ ഒന്ന് വേകുന്നവരെ അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നല്ല വെന്തുടഞ്ഞ് ലിവറൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം.
നല്ല അടിപൊളിയായിട്ട് ഗ്രേവിയൊക്കെ തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അല്പം കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഈ പരുവം മതിയെങ്കിൽ ഈ ടൈം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ അല്പം കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. നല്ല ശരിക്ക് വരണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഗ്രേവിയൊക്കെ ആ ലിവറിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റും നല്ല ഫ്ലേവറുമാണ് ഈ കറിക്ക്. ഇനി ഞാൻ ഇതിലേക്ക് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാല് 1 ഗ്ലാസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തോരം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാല് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തിളക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിരിക്കുമ്പം ഒന്നും കൂടി ഒന്ന് കുറുകും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ചിക്കൻ ലിവർ കറി റെഡി ആയിട്ടുണ്ട്. ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കുക്കിംഗ് ട്രാവൽ വീഡിയോസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് സോനൂസ് വ്ലോഗ് എന്നുള്ള ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.